പാലാ നഗരസഭയുടെ 2022-23 ഓഡിറ്റ് റിപ്പോർട്ട് പരിശോധിച്ചപ്പോൾ പല പോരായ്മകളും മനസ്സിലാക്കുകയുണ്ടായി. അതിൽ ചിലത് നഗരസഭയുടെ ഗുണത്തിനു വേണ്ടി നടപ്പിലാക്കിയ പദ്ധതികളിലെ നിയമപരമായ പോരായ്മകളും വരവ് ചെലവ് കണക്കുകളിലെ കൃത്യതയില്ലായ്മയും മറ്റു കാര്യങ്ങളും ഒക്കെയാണെന്ന് സ്വാഭാവികമായും ഇത് ഓഡിറ്റിൽ സംഭവിക്കാം. തീർച്ചയായും ആ പോരായ്മകൾ പരമാവധി കുറയ്ക്കാൻ എല്ലാ തരത്തിലുള്ള ഇടപെടലുകളും ആവശ്യമാണ്. എന്നാൽ നഗരസഭ കൃത്യമായി ശമ്പളം പോലും കൊടുക്കാൻ നിവൃത്തിയില്ലാതെ പറയുമ്പോൾ നഗരസഭയ്ക്ക് കിട്ടേണ്ട ലക്ഷക്കണക്കിന് രൂപയുടെ വരുമാനം നഷ്ടപ്പെടുത്തിയ ഓഡിറ്റ് റിപ്പോർട്ടിലെ 1-ാം ഭാഗം 22-ൽ സൂചിപ്പിച്ചിരിക്കുന്ന ഈ ഓഡിറ്റിലെ ഏറ്റവും ഗുരുതരമായ നികുതി വെട്ടിപ്പും അനധികൃത നിർമ്മാണവുമാണ്. ലക്ഷക്കണക്കിന് രൂപയാണ് നഗരസഭയ്ക്ക് ഇതുകൊണ്ട് നഷ്ടമായിരിക്കുന്നത്. ഇതിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥരും വിശദീകരണം പറയാൻ ബാധ്യസ്ഥരാണ്. ഇത് ഞാൻ ഉന്നയിക്കുന്ന ആരോപണമല്ല, മറിച്ച് കേരള സംസ്ഥാന ഓഡിറ്റ് വകുപ്പ് ഫയൽ പരിശോധിച്ചും നേരിട്ട് സ്ഥലം സന്ദർശിച്ചും ബോധ്യപ്പെട്ട കാര്യങ്ങൾ രേഖാമൂലം എഴുതി തന്ന നഗരസഭ കൗൺസിലിൻ്റെ ഗണനയ്ക്ക് വച്ചിരിക്കുന്നത് ഏത് പൗരനും മനസ്സിലാക്കാൻ അവകാശമുള്ള ഔദ്യോഗിക രേഖയിൽ ഉള്ളതാണ്. ഇത് നിയമം നടപ്പാക്കേണ്ട വരുമാന ചോർച്ച തടയേണ്ട സീനിയർ നഗരസഭ കൗൺസിലറായ ബിനു പുളിക്കക്കണ്ടത്തിൻ്റെ ഉടമസ്ഥതയിൽ 13-ാം വാർഡിൽ പ്രവർത്തിക്കുന്ന ഓർക്കിഡ് റിവർ മാൻഷൻ എന്ന റിസോർട്ടിന് എതിരെയാണ്. 20 വർഷത്തോളം കൗൺസിലറായ അദ്ദേഹത്തിന് നിയമം അറിയില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അത് തന്നെയല്ല, മുക്കാൽക്കടക്കാരൻ മഴ നനയാതെ മുന്നോട്ട് ഷീറ്റിട്ടാൽ പോലും വിജിലൻസ്, ഓഡിറ്റ് ഒക്കെ പരാതി നൽകി ഇവരെ ദ്രോഹിക്കുന്ന ഒരു വ്യക്തിയാണ്. നഗരസഭയുടെ ലക്ഷക്കണക്കിന് രൂപയുടെ നികുതി വെട്ടിപ്പ് നടത്തിയെന്നത് കൂടി ഈ അവസരത്തിൽ നാം എല്ലാവരും മനസ്സിലാക്കണം. ഓഡിറ്റ് റിപ്പോർട്ട് പ്രകാരം 13-ാം വാർഡിൽ 13/31, 13/32, 13/32-ൽ 1, 13/32-ൽ 2 എന്നിങ്ങനെ 4 നമ്പറുകളിലായി യഥാക്രമം ചതുരശ്ര മീറ്ററിൽ 59.25, 49.89, 351.61, 22, മൊത്തം 482.88 ചതുരശ്ര മീറ്റർ, അതായത് 5195 സ്ക്വയർ ഫീറ്റ്. എന്നാൽ ഇതിൽ 32/2-ൽ ഉൾപ്പെട്ട 22.13 ചതുരശ്ര മീറ്റർ നമ്പർ മാത്രമാണ് ലോഡ്ജ് എന്ന ഉപയോഗക്രമത്തിൽ ഉൾപ്പെടുത്തി 40 രൂപ ചതുരശ്ര മീറ്ററിൽ രൂപ ഈടാക്കിയിരിക്കുന്നത്. ഈ സ്ഥാപനം ദിവസം പ്രതി 30,000 രൂപയോളം വാടക നൽകി റിസോർട്ടായിട്ടാണ് പ്രവർത്തിച്ചു വരുന്നതെന്ന് പാലക്കാർക്ക് എല്ലാവർക്കും അറിയാം. നഗരസഭയിലെ ബന്ധപ്പെട്ട ജീവനക്കാർ ഇത് കണ്ണടച്ചെങ്കിലും ഓഡിറ്റുകാരുടെ വിശദമായ പരിശോധനയിലും വിവിധ ടൂറിസ്റ്റ് വെബ്സൈറ്റുകളിൽ അദ്ദേഹം നൽകിയ വിവരങ്ങളിലും അടുക്കള, ഓപ്പൺ സ്റ്റേഡിയം, ഓപ്പൺ ഓഡിറ്റോറിയം, ഓപ്പൺ സ്റ്റേജ്, ബോട്ടിങ് തുടങ്ങിയ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്നുവെന്ന് പരസ്യം ചെയ്തിരിക്കുന്നത് മനസ്സിലാക്കിയാണ് ഓഡിറ്റുകാർ വ്യക്തത വരുത്തിയിരിക്കുന്നത്. 2013-ലെ വസ്തുനികുതി പരിഷ്കരണ പ്രകാരം റിസോർട്ട് എന്ന ഉപയോഗക്രമത്തിൽ ചതുരശ്ര മീറ്ററിന് 90 രൂപ നികുതി ഈടാക്കേണ്ടടുത്ത് സാധാരണ പാർപ്പിട ആവശ്യത്തിനുള്ള ചതുരശ്ര മീറ്ററിന് 12 രൂപ മാത്രമാണ് ഈടാക്കിയിരിക്കുന്നത്. അതായത് ഒരു ചതുരശ്ര മീറ്ററിന് 78 രൂപയുടെ വ്യത്യാസം. ഇങ്ങനെ വർഷങ്ങൾ കൊണ്ട് ലക്ഷക്കണക്കിന് രൂപയുടെ നികുതി വെട്ടിപ്പാണ് ഇദ്ദേഹം കൗൺസിലർ സ്ഥാനത്ത് നിന്ന് നടത്തിയിരിക്കുന്നത്. കൂടാതെ പ്രധാന കെട്ടിടത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന 2 നില കെട്ടിടം, ഓപ്പൺ സ്റ്റേജ് എന്നിവ നികുതി അസസ്മെന്റ് നടത്തിയതായി വ്യക്തതയില്ലെന്നും ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നു. ഇതിന് നികുതി ഈടാക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. റിസോർട്ട് കോമ്പൗണ്ടിൽ സ്ഥിതി ചെയ്യുന്ന മുഴുവൻ കെട്ടിടങ്ങൾക്കും നഗരസഭയിൽ നിന്നുള്ള പെർമിറ്റ് ലഭ്യമാണോ എന്നും പരിശോധിക്കണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കൂടാതെ ബോട്ട് സർവീസ് വിവിധ വകുപ്പുകളിലെ അനുമതിയില്ലാതെ നടത്തുന്നു. മീനച്ചിലാറ്റിലേക്ക് ബോട്ട് കരയ്ക്ക് അടുപ്പിക്കുന്നതിനായി അനുമതിയില്ലാതെ നിർമ്മാണം നടത്തിയിരിക്കുന്നു. ലൈസൻസ് ഫീ ഈടാക്കിയതിൽ കുറവ് എന്നിങ്ങനെ ഗുരുതരമായ ക്രമക്കേടുകളാണ് ഓഡിറ്റ് റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്നത്. ആയതിനാൽ താഴെ പറയുന്ന കാര്യത്തിൽ വ്യക്തത വരുത്തണമെന്ന് ആവശ്യപ്പെടുന്നു. ഈ റിസോർട്ട് പ്രവർത്തിക്കുന്ന കെട്ടിടം ആരുടെ പേരിൽ, ഏത് നമ്പരിൽ, ഇതിൻ്റെ വിസ്തീർണം ഈടാക്കിയിരിക്കുന്ന തുക, നികുതി ഉപയോഗക്രമം, ഇതിൻ്റെ അതിൻ്റെ നികുതി എത്ര, ആരുടെ പേരിലാണ് ലൈസൻസ് എടുത്തിരിക്കുന്നത്, കെട്ടിടം ആരുടെ പേരിലാണ്, ലൈസൻസിനായി കൂട്ടുടമ അവകാശമോ എഗ്രിമെൻറ്റോ ഉണ്ടോ, ഓരോ കെട്ടിടവും ഏതൊക്കെ
ബോട്ടിങ്ങിനായി നിർമ്മിച്ചിരിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതി വാങ്ങിയിട്ടുണ്ടോ? അത് നിയമപരമായി ക്രമവൽക്കരിക്കാമോ? അതിന് നികുതി നിശ്ചയിച്ചിട്ടുണ്ടോ? റിസോർട്ടായി പ്രവർത്തിച്ചു വരുന്ന പ്രധാന കെട്ടിടമായ 13/32 ഏകദേശം 3700 സ്ക്വയർ ഫീറ്റ് കെട്ടിടത്തിന് ഏത് നിരക്കിലാണ് നികുതി ഇട്ടിരിക്കുന്നത്? നിലവിലുള്ള താരിഫ് അനുസരിച്ച് റിസോർട്ട് ഉപയോഗക്രമത്തിന് എത്ര അതിൻ്റെ ഒക്കെ പെർമിറ്റ്? നിയമപ്രകാരം മൂലധന നിക്ഷേപത്തിൻ്റെ അടിസ്ഥാനത്തിൽ എത്ര രൂപയാണ് ലൈസൻസ് ഫീ ഇട്ടിരിക്കുന്നത്? കോടിക്കണക്കിന് രൂപ മൂലധന നിക്ഷേപമുള്ള ഈ റിസോർട്ടിൻ്റെ മൂലധന നിക്ഷേപം എത്രയാണ് കാണിച്ചിരിക്കുന്നത്? എല്ലാ കെട്ടിടങ്ങളും നഗരസഭയിൽ പ്ലാൻ സമർപ്പിച്ച് അനുമതി വാങ്ങിയാണ് നിർമ്മിച്ചിരിക്കുന്നത്, ഇല്ലെങ്കിൽ ക്രമവൽക്കരിച്ചിട്ടുണ്ടോ? മേൽപ്പറഞ്ഞ കാര്യങ്ങൾക്ക് ഒരാഴ്ചയ്ക്കകം കൗൺസിൽ അജണ്ടയിൽ ഉൾപ്പെടുത്തി മറുപടി തരുന്നുവെന്ന് താല്പര്യം. ഈ ഓഡിറ്റ് ജനുവരി മാസത്തിൽ നടക്കുക. അപ്പോൾ ഒന്നാമത്തെ കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്, എന്നോട് കേൾക്കാൻ നേരം ഞാൻ ഈ ഓഡിറ്റുകാരുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു അന്ന് ഇവിടെ വന്നവരുമായിട്ട്. അപ്പോൾ അവർ പറഞ്ഞത് സ്ഥലത്ത് പോയി ഫോട്ടോ എടുത്ത് മാത്രമുള്ളത്. ചെയർമാന്റെ ചെയർപേഴ്സന്റെ മുറിയിൽ വെച്ച് ചില ആൾക്കാരുടെ നിർദ്ദേശാനുസരണം മാത്രം എഴുതി ചേർത്ത ഭാവനയിൽ വിരിഞ്ഞ ചില പരാതികളാണ്. ഞാനിത് പറയുന്നത് വളരെ വ്യക്തതയോടെ തന്നെ പറയുന്നു. ഞാൻ ഇതിന്റെ മറുപടിക്ക് ശേഷം ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ, സെക്രട്ടറി ഉൾപ്പെടെ, റവന്യൂ ഓഫീസർ ഉൾപ്പെടെ, എഞ്ചിനീയറുണ്ട്. ഇതിന്റെ അപാകതകൾ ജനുവരി മാസത്തിൽ ഓഡിറ്റ് നടന്നത് എന്താണ് ഇത് പരിശോധിച്ച് കണ്ടുപിടിച്ച കുഴപ്പങ്ങൾ അത് ശ്രദ്ധപ്പെടുത്തണം. ഒന്ന്. രണ്ടാമത് റിസോർട്ട് വലിയ സ്ഥാപനങ്ങളോട് പറയുന്നു, റിസോർട്ട് അല്ല, ഹോം സ്റ്റേ. ഹോം സ്റ്റേ എന്താണ്, റിസോർട്ട് എന്താണെന്നുള്ള വ്യത്യാസം ആദ്യം ഒന്ന് ചെയർമാൻ ഒന്ന് മനസ്സിലാക്കി കൊടുക്കും. മൂന്നാമത് ഒരു കാര്യമുള്ളത്, ബോട്ടിന്റെ ലൈസൻസ് ഇല്ല, ഇൻഷുറൻസ് ഇല്ല എന്ന് പറയുന്നത് അത് നഗരസഭയിൽ കാണിക്കേണ്ട ആവശ്യമുണ്ടോ? ചെയർമാൻ ഒരു പുതിയ വണ്ടി എടുക്കുകയാണെങ്കിൽ വണ്ടി രജിസ്റ്റർ ചെയ്യാൻ ഇപ്പോൾ റോഡിൽ ഇറങ്ങാൻ സമ്മതിക്കുന്നു. ചെയർമാൻ വണ്ടി ഫീൽഡിലുള്ള ഒരാളാണ്, ഇവിടെ എല്ലാവർക്കും വണ്ടിയുണ്ട്. നമ്മളിപ്പോൾ പുതിയ വണ്ടി എടുത്താൽ വണ്ടി രജിസ്റ്റർ ചെയ്ത് ഇൻഷുറൻസ് എടുക്കാതെ റോഡിൽ ഇറങ്ങാൻ സമ്മതിക്കുന്നില്ല. ആ സെയിം പ്രൊസീജിയറാണ് ബോട്ട് സർവീസിൽ. അതായത് ബോട്ട് രജിസ്റ്റർ ചെയ്ത് ബോട്ടിന്റെ ബോഡിയിൽ രജിസ്റ്റർ നമ്പർ എഴുതി വെച്ചേക്കുമല്ല, അല്ലെങ്കിൽ ഫ്ലെക്സ് ഒട്ടിച്ചേക്കുമല്ല, അത് എന്താ പറയുന്നത്, പതിപ്പിച്ചേക്കുക, ബോൾഡാക്കി ചെയ്തിരിക്കുക, ബോട്ടിന്റെ രജിസ്ട്രേഷൻ നമ്പർ ഉൾപ്പെടെ, പിന്നെ അതിന്റെ ഇൻഷുറൻസ് എല്ലാം കറക്റ്റാണ്. പക്ഷെ അത് നഗരസഭയിൽ വന്നില്ല എന്ന് പറഞ്ഞാൽ അറിവില്ലായ്മ എനിക്ക് പറയാം. ചെറുതാ വണ്ടി എടുത്തു കഴിഞ്ഞാൽ നഗരസഭയിൽ അതിന്റെ ഇൻഷുറൻസും രജിസ്ട്രേഷനും ഇവിടെ ലഭിക്കാൻ പറ്റും. ആ സെയിം പ്രൊസീജിയറാണ്. മൂന്നാമത് ബോട്ട് ജെട്ടി സ്ഥാപിച്ചിരിക്കുന്നു, അതിന് ടാക്സി കാട്ടണം. അതേപോലെ ഞാൻ 2018 ഹോം സ്റ്റേ എന്ന രീതിയിൽ രജിസ്റ്റർ ചെയ്ത സ്ഥാപനം 9 വർഷങ്ങൾക്ക് മുമ്പ് ആറിന്റെ വീതി കെട്ടിയിരിക്കുന്നു. ബഹുമാനപ്പെട്ട ചെയർമാൻ ഉൾപ്പെടെ, അല്ലെങ്കിൽ ഭരണകക്ഷിയുടെ നേതാവ് മന്ത്രിയായിരിക്കുന്ന, സോഷ്യലിസ്റ്റ് മന്ത്രിയായിരിക്കുന്ന വകുപ്പിന്റെ മേജർ ഇറിഗേഷന്റെ നിർദ്ദേശാനുസരണം അവർ എസ്റ്റിമേറ്റ് എടുത്ത് ടെൻഡർ ചെയ്ത് നടത്തിയ ഒരു വർക്കാണ്. മേജർ ഇറിഗേഷന്റെ വൈക്കം ഓഫീസിൽ അവര് ടെൻഡർ ചെയ്തിരിക്കുന്ന ഷാജി എന്നൊരു കോൺട്രാക്ടർ ടെൻഡർ എടുത്ത് 5 മീറ്റർ ഉയരത്തിൽ നിർമ്മാണം നടത്തിയിരിക്കുന്നു. അതിന് മുകളിലേക്കാണ് 10 മീറ്ററോളം ഹൈറ്റിൽ ഞാൻ ബാക്കി ആറിന്റെ ഏകദേശം 120 മീറ്ററോളം നീളത്തിൽ കെട്ടിയിരിക്കുന്നത്. അതേപോലെ 1 മീറ്ററിന് 40 സെന്റിമീറ്റർ ചെരുവിട്ടാണ് ഈ സംരക്ഷണത്തിന് നിർമ്മിച്ചിരിക്കുന്നത്. 10 മീറ്റർ ഹൈറ്റിൽ വരുമ്പോൾ ഏകദേശം 4.5 മീറ്റർ സ്ഥലം എനിക്ക് പോയിരിക്കുകയാണ്. 4.5 മീറ്റർ വീതിയിലെ 120 മീറ്ററോളം നീളത്തിൽ. അപ്പോൾ ഈ സർക്കാർ കെട്ടി തന്ന ഒരു കെട്ടിന്റെ മുകളിലേക്ക് എനിക്ക് ഇറക്കി കെട്ടാൻ പറ്റും. സർക്കാർ കെട്ടി തന്ന കടവ്, എന്റെ സ്വന്തം കടവ്, അത് എന്റെ പറമ്പിലേക്ക് ഉള്ളിലേക്ക് വലിച്ച് കടവ് സ്റ്റെപ്പിട്ട് കടവ് ചെയ്തിരിക്കുന്നു. അതിനൊക്കെ ടാക്സ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആരോടായി പറയുന്നത്? നീയും അറിയാൻ മേലെങ്കിൽ, അല്ലെങ്കിൽ ആരോടെങ്കിലും ചോദിച്ചാരെങ്കിലും എഴുതി കൊടുത്തൊരു പ്രസ്താവനയാണെങ്കിൽ പോലും അത് ഇച്ചിരി ക്ലാരിറ്റി വരും ചിലപ്പോൾ. അതുപോലെ തന്നെ ഇവിടെ വളരെ ഭാവനാപൂർവമായ ഒരു കാര്യം പറഞ്ഞു, ലൈസൻസ് ഫീസിന്റെ കാര്യം. 2018-17 സെക്രട്ടറി ഒന്ന് ശ്രദ്ധിക്കണം. 2017-2018 ഈ റിസോർട്ടല്ല ഹോം സ്റ്റേ എന്ന കാറ്റഗറിയിൽ ലൈസൻസിൽ ലിസ്റ്റ് ഉണ്ടോ എന്നുള്ളത് പറഞ്ഞു.
പറഞ്ഞു കൊടുത്ത് എഴുതിക്കുമ്പോൾ ഒന്ന് നിയമത്തിന്റെ ബോധത്തോടു കൂടി എഴുതി കൊടുക്കേണ്ടതാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ചെയർമാനോട് ഈ കൗൺസിലറോട് എനിക്ക് അഭ്യർത്ഥന, ഈ കാര്യം വിജിലൻസിൽ എനിക്കെതിരെയുള്ള അല്ലെങ്കിൽ എന്റെ സ്ഥാപനത്തിനെതിരെയുള്ള ഇത് വിജിലൻസിൽ വിടാനുള്ള നടപടി ഈ കൗൺസിൽ ഒന്ന് ഏകാഗ്രമായിട്ട് നീക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ 26 കൗൺസിലർമാരുണ്ട്, ഞാൻ പരാതി വെച്ചിട്ടുണ്ട്, അതും വിജിലൻസിൽ വിടണം. ഓരോരുത്തരും ഇപ്പൊ നമുക്ക് പ്രശ്നമില്ല, ഞാൻ അന്വേഷണം വേണ്ടെന്നോ ഇവിടുത്തെ പരിശോധന വേണ്ടെന്നോ അല്ല പറയുന്നത്. ഇത് ഇവിടുത്തെ പരിശോധിച്ചാൽ പോരാ, ഒരു കൗൺസിലർ എന്ന രീതിയിൽ ഇവിടുത്തെ പരിശോധിക്കുമ്പോൾ എനിക്ക് എന്തെങ്കിലും ആനുകൂല്യം കിട്ടുമെന്ന് ആരെങ്കിലും സംശയിച്ചാലോ? അതുകൊണ്ട് ഇത് വിജിലൻസിന് വിടണം. ഈ പരാതികൾ മുഴുവൻ വിജിലൻസിന് വിടണം. അതുപോലെ തന്നെ നേരിലും നമ്മുടെ നഗരസഭാ കൗൺസിലർമാരുടെ സ്ഥാപനത്തിനെതിരെ അല്ലെങ്കിൽ അവരുടെ വീടിനെതിരെ, അനധികൃത നിർമ്മാണത്തിനെതിരെ, അവര് ടാക്സ് ബോർഡിനെതിരെ, ഭൂമി കൈയേറ്റത്തിനെതിരെ ഒക്കെ വരുന്ന പരാതികൾ വിജിലൻസിൽ വിടാനുള്ള ഒരു തീരുമാനം ഇന്ന് എന്റെ വിനീതമായ അങ്ങനെയൊന്നും ഒരാളൊന്നും ആ ഒരു പരാമർശം ഞാൻ ഒഴിവാക്കുന്നു. അങ്ങനെ സംഭവം ഉണ്ടാകാൻ സാധ്യതയില്ല. പരിശോധിക്കുകയും പറഞ്ഞു. ഈ ഓഡിറ്റ് നിർബന്ധത്തിന് വഴങ്ങിയല്ല ഇവിടെ ഓഡിറ്റ് റിപ്പോർട്ട് നടത്തുന്നതും ആരും സ്വാധീനിക്കാൻ നടക്കുന്ന കാര്യമല്ല. ഈ പുള്ളി പറയുന്ന പോലെ ആടിനെ പട്ടിയാക്കുന്ന പറയുന്ന പോലെ നേരെ വിജിലൻസിലോട്ട് വിട്ടേക്കാൻ പറയും. ഈ നഗരസഭയിലുള്ള എഞ്ചിനീയറിംഗ് വിഭാഗമുണ്ട്, എല്ലാ ഉദ്യോഗസ്ഥർക്കും പരിശോധിക്കാൻ മനസ്സിലാക്കാനുള്ള കാര്യങ്ങളും ഉള്ളൂ. ഞാൻ റിസോർട്ട് എന്ന് പറഞ്ഞൊരു വ്യത്യാസമുണ്ട്. കാരണം ഈ പുള്ളി കാണിച്ചിരിക്കുന്നത് ഹോം സ്റ്റേ എന്നുള്ള മറവിൽ 30,000 രൂപ വാടകയ്ക്ക് ഒരു ദിവസം വാടകയ്ക്കാണ് ആവറേജ് ആ റിസോർട്ട് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ജെട്ടി, ഇവിടെ ഒരു വഴി റോഡരികിൽ ഒരു മതിൽ കെട്ടിയാലോ ഒരു കട്ട കെട്ടിയാൽ പോകണമെങ്കിൽ ഇവിടെ ഭയങ്കര പാലം മുനിസിപ്പാലിറ്റി ബിൽഡിംഗ് ആക്ട് പ്രകാരം ഒരുപാട് നിബന്ധനകൾ പാലാ നഗരസഭയിലെ ചെറിയൊരു തട്ടുകടയുടെ പ്രശ്നത്തിലും അല്ലെങ്കിൽ ഒരു കെട്ടിടം വാടകയ്ക്ക് ഒരു നമ്മുടെ ഇവിടെ സിൻസിയർ എന്ന് പറയുന്ന ഒരു ബുക്ക് സ്റ്റാളിൻ്റെ കടമുറി വാടകയ്ക്ക് എടുത്തിട്ട് അവിടെ പരസ്യം ഒട്ടിച്ചെന്ന് പറഞ്ഞ പോലെ 10,000 രൂപ വാടക മേടിക്കണമെന്ന് പറഞ്ഞ ഈ കൗൺസിലർ വേലി തന്നെ വിളവ് തിന്നുന്നെന്ന് പറഞ്ഞ പോലെ രഹസ്യമായിട്ട് വൻ തുക വെട്ടിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ ഈ നഗരസഭയിലെ ജീവനക്കാർക്ക് കൂടുതൽ ശമ്പളം കൊടുക്കാനുള്ള മാർഗമില്ല. അത് ഇവിടെയുള്ളവരെ പ്രത്യേകം പരിഗണിച്ച് ഉദ്യോഗസ്ഥന്മാരായിട്ട് നടപടി സ്വീകരിക്കണം. വിജിലൻസിലോട്ട് വിടാനുള്ള കേസില്ല. ഇവിടുന്ന് ആ പുള്ളിയുടെ ഇത് മേടിച്ച് അതിന്റെ പൈസ ഈടാക്കും, അത്രേ ഉള്ളൂ. എല്ലാ വിജിലൻസിലേക്ക് വിടുമ്പോൾ ഏറ്റവും സുതാര്യം അല്ല. ഞാനൊന്നും പറഞ്ഞല്ലോ, ഈ പറഞ്ഞതിന് മറുപടി പറഞ്ഞല്ലോ. ഇത് എഴുതി വെച്ചിരിക്കുന്നത് തെറ്റാണെന്ന് തെളിവ് സഹിതമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് ചെയർമാനെ ഒന്ന് ഞാൻ ചെയർമാനം അല്ല, ഒരു പരിശോധന ഇല്ലാതെ തെളിയിക്കാവുന്ന 2-3 കാര്യങ്ങൾ ഞാൻ ഒരു പരിശോധന ഇല്ലാതെ ഇവിടെ വോട്ട് രജിസ്റ്റർ ചെയ്തതിന് വോട്ട് ഇൻഷുറൻസ് വേണമെന്നുള്ളത് നഗരസഭ രേഖപ്പെടുത്തേണ്ട കാര്യമല്ല. ഇപ്പൊ ഏത് നിയമത്തിലുള്ള അല്ലെ സെക്രട്ടറി പറയട്ടെ. ഇവിടെ ആരും പറഞ്ഞു കൊടുത്തിട്ടുമില്ല. അപ്പൊ ഇത് നിയമപരമല്ലാത്ത എഴുതി വെച്ചത് എല്ലാം ചെയർമാൻ പറയാറുണ്ട്. 10 ദിവസം പരിശോധിക്കട്ടെ. ഒരു വണ്ടി രജിസ്റ്റർ ചെയ്താൽ നിയമവിരുദ്ധമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു. അപ്പൊ ഇതിന്റെ ലക്ഷ്യമല്ല. ഞാൻ പറഞ്ഞത് ഈ റിപ്പോർട്ട് അനുകൂലമാണ്, ഇത് പ്രതികൂലമാണ്, ഇതിന്റെ അകത്ത് ഒരു ആരോപണം വന്ന സ്ഥിതിക്ക് ഇത് വിജിലൻസിന് വിടട്ടെ, നമുക്ക് ഈ കൗൺസിൽ തീരുമാനിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നത് എടുത്തൊരു തീരുമാനം ഞാൻ മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല. 10 ദിവസത്തിനുള്ളിൽ എന്ന റിപ്പോർട്ട് അവർ മീറ്റിംഗിന് അന്ന് വന്നതും എക്സിസ്റ്റ് മീറ്റിംഗ് അത് കഴിഞ്ഞിട്ട് വരാം. ചെയർമാൻ എന്താണെന്നല്ല, സെക്രട്ടറി പഠിപ്പിക്കൊന്നുമില്ല. സെക്രട്ടറി അല്ല, ഒരാള് സെക്രട്ടറിയോട് പറയാൻ ചെയർമാൻ ഇപ്പൊ പറഞ്ഞോ? സെക്രട്ടറി ഇടയ്ക്ക് കയറി പറയുന്നത് എനിക്ക് തോന്നി. അത് സെക്രട്ടറിയോട് പറയാൻ ചെയർമാൻ പറഞ്ഞു ഇല്ലല്ലോ. സെക്രട്ടറി ഇടയ്ക്ക് കയറി കുട്ടിനകത്ത് വീട് വെക്കുന്നവരെ ഓഡിറ്റ് റിപ്പോർട്ട് കൗൺസിൽ വെച്ചു. ഇതിന്റെ എല്ലാ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർമാർക്കും ഇതിന്റെ മറ്റേ ആൾക്കാർക്ക് നമ്മൾ നോട്ടീസ് കൊടുത്തു. ആ നോട്ടീസ് കൊടുത്തു, നാളെ തന്നെ കൊടുക്കും. നാളെ തന്നെ എല്ലാവർക്കും നോട്ടീസ് കൊടുക്കാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്.
ആ നോട്ടീസ് കൊടുത്ത് അതിന് മറുപടി കിട്ടി ഞങ്ങളുടെ ശുപാർശയുടെ കൗൺസിൽ എത്തുമെന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം ഈ റിപ്പോർട്ടുകൾ നമ്മൾ ഓഡിറ്റിലെ കൗൺസിലേക്കാണ് വിടുന്നത്, ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റാണ് വിടുന്നത്. അത് പ്രൊസീജിയർ പാലിക്കുന്നില്ല എങ്കിൽ ആ റിപ്പോർട്ട് തള്ളിക്കളയും. അതാണ് ഞാൻ പറഞ്ഞത്. സാമ്പത്തിക വർഷത്തെ സാമ്പത്തിക ഇടപാടുകളും ഫണ്ട് ലേലത്തിൽ പിടിപ്പിച്ചു. പാവങ്ങളെ വ്യാപാരികൾ 1 ലക്ഷം രൂപയുടെ സാധനം 18-20 ലക്ഷത്തിന് പിടിച്ചു. എല്ലാവരും തിരിച്ചു തന്നു. 2 കോടി രൂപ അവർക്ക് തിരിച്ചു കൊടുക്കാനുണ്ട്. അതുകൂടാതെ ഇപ്പം വ്യാപാരസ്ഥിതി മോശമായിട്ട് ഒത്തിരി മുറികൾ ആരും എടുക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ എല്ലാം ഇവിടെ പലിശ, അതായത് തെക്കേക്കര ജുഡീഷ്യൽ കോംപ്ലക്സിന് മാസം 10 ലക്ഷം രൂപ അടച്ചുകൊണ്ടിരിക്കുകയാണ്. ഉദ്യോഗ തലത്തിലൊരു വീഴ്ച എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ശരിയായിരിക്കും തെറ്റായിരിക്കും. എനിക്ക് 1.5 കൊല്ലമായിട്ട് ഈ മുറികൾ ഒഴിഞ്ഞു കിടക്കുന്ന കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കി ചെയർമാൻമാരെ ലഭിച്ച ഉദ്യോഗസ്ഥർക്ക് ലേലം ചെയ്തിട്ടില്ല. അത് ഗുരുതരമായ വീഴ്ച ഈ നഗരസഭയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. പലിശ അടയ്ക്കുകയാണ് 10 ലക്ഷം രൂപ തെക്കേക്കര കോംപ്ലക്സിന്. അത് കഴിഞ്ഞ് അത് ഞാൻ ഇന്നാൾ പറഞ്ഞാണ് വാർത്താതോട്ടേക്ക് 5 മുറി കൊടുത്തപ്പോഴത്തേക്കും ഇവിടെ 6 മാസത്തിന് മുന്നേ സർക്കാരിൽ പോയി അനുമതി മേടിച്ചിട്ടുണ്ട്. നഗരസഭയിൽ നിന്ന് എഗ്രിമെന്റ് വെക്കാൻ ഇവിടെ ആധാരം പോലുമില്ല. അതാണ് ഇവിടുത്തെ മാനേജ്മെന്റിന്റെ ഉദ്യോഗസ്ഥർ. അതുപോലെ തന്നെ ഇവിടെ ജീവനക്കാരുടെ അധികം ശമ്പളം ഒരു വിഷയം തന്നെയാണ്. കാരണം എ ഗ്രേഡ് മുനിസിപ്പാലിറ്റി ആയിട്ട് ആക്കി നമ്മൾ ഇല്ലാറ്റുപേട്ട ബിയ, പക്ഷെ അവിടെ 50,000 പോപ്പുലേഷൻ ഉണ്ട്. അവിടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഓഫീസർ തലത്തിൽ 3 പേരേ ഉള്ളൂ. നമുക്കിവിടെ 9 പേര്. കാസ്മാർട്ടായി OAമാർ 13 പേര്. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവരുടെ ജോലി കളയുന്നതല്ല, ഏതൊക്കെ ആവശ്യമുള്ള സ്ഥലത്തോട്ട് മാറ്റിയിട്ട് നമ്മുടെ ആളുകളെ കുറച്ചില്ലെങ്കിൽ അടുത്ത മാസം ശമ്പളത്തിന് ഒരു ഗതിയും പരഗതിയില്ല. അതാണ് ഇവിടുത്തെ സാമ്പത്തിക അവസ്ഥ. ഇതിന്റെ അകത്ത് എഴുതപ്പെട്ട് വരുന്നുണ്ട്. ഓരോ കാര്യം എഴുതി പോകുന്നു. വെറുതെ ചെയർമാൻ തീരുമാനം അല്ല. അതുപോലെ ഒരു കാര്യത്തിന് ഉത്തരം. കഴിഞ്ഞ ദിവസം ഒരു ടി വി കണ്ടപ്പോൾ അങ്ങ് ഒരു ഉദ്യോഗസ്ഥയോട് അങ്ങ് ക്ഷമ ചോദിച്ചതായിട്ട് ആ ടി വിയിൽ പറയുന്നു. ഞാൻ കണ്ടുകൊണ്ട് കണ്ടത്. അതുകൊണ്ട് അത് കഴിഞ്ഞ ശേഷം അങ്ങ് നിരസിച്ചതായിട്ടും വേറെ ചെറിയ ഒരാളെ ശിക്ഷിക്കാനും നന്നാക്കാനും എനിക്ക് പറ്റും. അപ്പോൾ എന്റെ കാര്യങ്ങൾ അല്ലാതെ ചെയ്യണം എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ മനസ്സിലാകും. ചെയർമാനോട് അനുകൂലിക്കുക. ഇത്രയും കാലത്തെ പരിചയത്തിനിടയ്ക്ക് അങ്ങയുടെ ഭാഗത്തുനിന്ന് അങ്ങനെ വലിയ വീഴ്ച ഉണ്ടായില്ല. എന്റെ കേബിളിന്റെ കഴിഞ്ഞ കാലത്തിൽ ചെയർമാൻ പറഞ്ഞ 7 മിനിറ്റ് എടുത്താലും അതിനകത്ത് കൗൺസിൽ എടുക്കുന്ന തീരുമാനങ്ങൾ കാര്യങ്ങൾ ചാർജ് ഏൽപ്പിക്കുന്ന ഒരു കാര്യം പറഞ്ഞായിരുന്നു. ഈ കേബിളിന് ഒരാളെ ചാർജ് ഏൽപ്പിച്ച് അതിന് ആരെങ്കിലും കൈകാര്യം ചെയ്യും. ആയിക്കോട്ടെ, എന്തെങ്കിലും ആയുധം എന്തുവാണെങ്കിലും എടുത്തു. അതൊന്ന് മാറ്റി കൊടുക്കാൻ കഴിഞ്ഞ എന്നും പറയാൻ കേബിൾ കട്ട് ചെയ്താൽ താഴെ കുഴപ്പമില്ല. നമ്മുടെ നഗരസഭയുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താനുള്ള നികുതി വെട്ടിപ്പുമെല്ലാം കണ്ടുപിടിക്കാൻ നമ്മൾ തീരുമാനിക്കുന്നു. അത് 100% സാധനം ചെയ്തു. വിജിലൻസിലേക്ക് വിടുന്ന കാര്യത്തിന്റെ റിക്വസ്റ്റ് പരിഗണിച്ചിട്ടില്ല. എത്ര ഉണ്ടെങ്കിൽ വിടണം. വിജിലൻസിലേക്ക് വിടുന്നത് അത് പെട്ടിക്ക് വെച്ചോ. ആയിക്കോട്ടെ, അതിൽ നടക്കുന്നില്ല. കാരണം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ഇനിയുള്ള പരാതികൾ എവിടെ തരണം? വ്യക്തമായ തെളിവോടുകൂടി ഉള്ള പരാതികൾ. രണ്ടാമത്, നമ്മൾ മുമ്പേ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ
നമ്മളൊരു കൗൺസിലർ പേരിലെ ആരോപണങ്ങൾക്ക് ഭരിച്ചുള്ള ഗൗരവമുണ്ട് വരമല്ലോ. അപ്പോൾ ഈ വീടുള്ളവരുടെ വീട് കൗൺസിലർമാരുടെ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിന്റെ പേരിലുള്ള അതിന്റെ മെഷർമെന്റ് ഒന്ന് നടത്തുന്നതിന് തീരുമാനം കൗൺസിൽ അതല്ലേ ഞാൻ ചോദിച്ചിട്ട് ഞാനത് ചോദിക്കട്ടെ. ഇപ്പൊ ഞാൻ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഈ പാലായിലെ 2000-ന് മുകളിൽ ലൈസൻസുകൾ ഉള്ളവർക്ക് ഈ ഒരു സംഭവം ആരും പറഞ്ഞു കൊടുക്കാതെയോ എഴുതി കൊടുക്കാതെയോ അവർ പരിശോധിക്കാതെ എഴുതത്തില്ല. പരിശോധിക്കാതെ അവർ എഴുതിയപ്പോൾ അതിൽ വേറെ കൈകടത്തുകൾ ഉണ്ടെന്നുള്ള ഉറപ്പാണ്. അതിന് ബന്ധിക്കാൻ പറ്റത്തില്ല. എനിക്ക് 100% ഉറപ്പുണ്ട്. ഇതിൽ പരിശോധിക്കുന്നത് ഞാൻ ചോദിച്ചതല്ല. പല നഗരസഭയിലെ 26 കൗൺസിലർമാർ വീടുള്ളവരുടെ അല്ലെങ്കിൽ അവരുടെ ഭാര്യയുടെ കുടുംബത്തിലെ ഉള്ള വീട് അവരുടെ വീടുകളുടെ അളവ് 2000 സ്ക്വയർ ഫീറ്റാണ് 2000 ഇവിടുത്തെ രേഖകൾ അനുസരിച്ചുള്ളോ അല്ലെങ്കിൽ അവരുടെ വീടുകളിൽ അനധികൃത നിർമ്മാണം നടന്നിട്ടുണ്ടോ ഇതൊന്ന് പരിശോധിക്കാൻ ഈ കൗൺസിൽ തീരുമാനമെടുത്തു. വിവരങ്ങളും ഉൾപ്പെടെ 150ഓളം ക്വസ്റ്റ്യനാണ് അവർ കൃത്യമായിട്ട് നമുക്ക് തരുന്നത്. ഈ പുരാതന സൊസൈറ്റി അളന്നു തുടങ്ങി വരുമ്പോഴത്തേനും ഈ ഗവൺമെന്റ് താഴെ പൊക്കോളും. അതോടെ പുരാതന സൊസൈറ്റിയുടെ തീർന്നോളും. ജനങ്ങൾ അതിന് വലിയ താമസമില്ല.